Hey NEET aspirants, welcome to Concept Basket. Concept Basket in the അടുത്ത വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഡോക്ടർ ഫാസില. ഞാൻ Calicut Medical Collegeലെ ഹൗസ് സർജൻ ആണ്. സോ യെസ്, ഇന്നത്തെ Concept Basketൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് Enzyme Action പറ്റിയിട്ടാണ്. അത് തന്നെ. സോ Enzyme Action പറ്റി പറയുമ്പോൾ നമ്മൾ പറയുന്നത് almost all enzymes are proteins. ഈ almost ഉള്ളതിൻ്റെ അർത്ഥം എന്താ? ചില എൻസൈംസ് എക്സെപ്ഷൻ യെസ് ആറിനെയും എൻസൈം ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ റൈബോസൈം എന്ന് പറയുന്നുണ്ട് അല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് പ്രോട്ടീൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ പഠിക്കണം. എന്താണ് പ്രോട്ടീൻ? കുറേ അമിനോ ആസിഡുകൾ പെപ്റ്റൈഡ് ബോണ്ടുകളാൽ ഇങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതെന്താണ്? ഒരു പോളിപെപ്റ്റൈഡായി അതിനെയാണ് നമ്മൾ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇനി സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അമിനോ ആസിഡുകൾ 1 by 1 ആയിട്ട് ഇങ്ങനെ പെപ്റ്റൈഡ് ബോണ്ടുകളാൽ ഇങ്ങനെ എന്താണ് അറ്റാച്ച് ചെയ്ത് നിൽക്കുകയെന്ന് വിചാരിച്ചു. അതിനെയാണ് നമ്മൾ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ലൈൻ പോലെ ആയിരിക്കും. അതിന് ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ എൻ ടെർമിനൽ അമിനോ ആസിഡ് എന്ന് പറയും, റൈറ്റ് സൈഡിലുള്ളതിന് നമ്മൾ സി ടെർമിനൽ അമിനോ ആസിഡ് എന്ന് പറയും. സിമ്പിൾ. ഈ എന്താ പോളിപെപ്റ്റൈഡ് ഇങ്ങനെ റിജിഡ് റോഡ് പോലെ എപ്പോഴും ഉണ്ടാവുമോ? ഇല്ല, അതിങ്ങനെ ഫോൾഡ് ചെയ്യാൻ തുടങ്ങും അല്ലേ. അപ്പോൾ ചില സ്ഥലത്ത് ഇങ്ങനെ ആൽഫ ഹെലിക്സ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും, ചില സ്ഥലത്ത് ഇങ്ങനെ ബീറ്റ പ്ലീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. സോ ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ സെക്കൻഡറി സ്ട്രക്ചർ ആയിട്ട് നിൽക്കുമോ? ഇല്ല, ഇത് മൊത്തം കൂടി ചേരുന്ന ഒരു വൂലൻ ബോൾ പോലെ ആയിരിക്കും ഉണ്ടാവുക. സോ അതിനെയാണ് നമ്മൾ ടേഴ്സറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഈ ടേഴ്സറി സ്ട്രക്ചറിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ചില ഇടങ്ങളിലായിട്ട് കുറച്ച് പോക്കറ്റ്സ് കാണാം അല്ലേ, ഒരു ക്രാക്സ് ആൻഡ് ക്രേവിസസ് കാണാം. അതിനെയാണ് നമ്മൾ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് യെസ്, ഇവിടെയാണ് നമ്മുടെ എൻസൈം ആക്ഷൻ നടക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ചില പ്രോട്ടീൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പോളിപെപ്റ്റൈഡ്സ് ഉണ്ടാവും. നമ്മുടെ ഹ്യൂമൻ ഹീമോഗ്ലോബിൻ എന്നെ എടുത്ത് നോക്കുക, 2 ആൽഫ 2 ബീറ്റ അല്ലേ. അപ്പോൾ അതാണ് ക്വാട്ടേണറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ എൻസൈം ആക്ഷനിൽ ടേഴ്സറി സ്ട്രക്ചർ വെച്ചിട്ടാണ് പറയുന്നത്. സോ ഇതിൽ ഒരുപാട് ക്രാക്സ് ആൻഡ് ക്രേവിസസ് ഉണ്ട്, പോക്കറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആക്റ്റീവ് സൈറ്റ് എന്താണോ പ്രൊഡക്റ്റായിട്ട് മാറുന്നത്, ഒരു റിയാക്ഷനിൽ എന്താണോ പ്രൊഡക്റ്റായിട്ട് മാറുന്നത് അതിനെയാണ് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ എൻസൈമിൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യം അല്ലെങ്കിൽ ധർമ്മം എന്ന് പറയുന്നത് ഈ ഒരു റിയാക്ഷനെ ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ആക്കുക. അപ്പോൾ നമ്മുടെ സബ്സ്ട്രേറ്റ് വരുന്നു, എൻസൈമിനെ കാണുന്നു, ഈ സബ്സ്ട്രേറ്റിന് ഇരിക്കാനുള്ള ആക്റ്റീവ് സൈറ്റ്, പല സബ്സ്ട്രേറ്റിനും പല ആക്റ്റീവ് സൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അത് അതിൻ്റെ ആക്റ്റീവ് സൈറ്റിനെ കണ്ടെത്തുന്നു, അവിടെ കയറിയിരിക്കുന്നു. അപ്പോൾ ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലെക്സ് ഉണ്ടാവുകയാണ്. ഇത് ഹൈലി റിയാക്റ്റീവ് ആൻഡ് ഷോർട്ട് ലീവ്ഡ് ആണ്. ഇവിടെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലെക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുകയാണ്? ഇതിങ്ങനെ ജസ്റ്റ് വന്നിരുന്നു. ഇനി ഈ എൻസൈം ജസ്റ്റ് അതിൻ്റെ ഷേപ്പൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി ഈ ഒരു സബ്സ്ട്രേറ്റിനെ വളരെയധികം കൂടുതൽ ഫിറ്റ് ആക്കും അതിൻ്റെ ഉള്ളിൽ. മനസ്സിലായോ? ഇങ്ങനെ ഫിറ്റായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇനിയാണ് നമ്മൾ എൻസൈമിൻ്റെ പണിയെടുക്കാൻ പോകുന്നത്. എൻസൈം ഈ സബ്സ്ട്രേറ്റിലെ ബോണ്ടുകൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുകയൊക്കെ ചെയ്ത് അവിടെ എന്തുണ്ടാക്കുകയാണ്? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്. അല്ലെങ്കിൽ ബോൺസ് പുതിയ ഉണ്ടാക്കി പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഒരു എൻസൈം പ്രോഡക്റ്റ് കോംപ്ലെക്സ് ഉണ്ടാവും. ഇത് എപ്പോഴും ഇങ്ങനെ ഇരുന്നാൽ മതിയോ? അല്ല അല്ലേ. ഷോർട്ട് ലീഡ് എന്ന് പറയാൻ കാരണം എന്താ? എൻസൈം ഈ റിയാക്ഷൻ വളരെ ഫാസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ഈ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലെക്സ് പ്രൊഡക്റ്റ് അങ്ങോട്ട് ഇറങ്ങിപ്പോവും. ഇപ്പോൾ സബ്സ്ട്രേറ്റ് എത്രയോ പെട്ടെന്ന് പ്രൊഡക്റ്റായി നമ്മുടെ എൻസൈമിൻ്റെ ഇത് ആക്ഷൻ കൊണ്ട് അല്ലേ. അങ്ങനെ എൻസൈം എന്താണ്? ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റിനെ റിസീവ് ചെയ്യാൻ ആളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മുടെ എൻസൈം ആക്ഷൻ നടക്കുന്നത്. വളരെ സിമ്പിൾ. സബ്സ്ട്രേറ്റ് വരുന്നു, എൻസൈമിൽ കയറുന്നു, ഇവിടെ എൻസൈം അതിന് കൂടുതൽ ഫിറ്റ് ആക്കി നിർത്തുന്നു, അതിൻ്റെ ബോൺസ് ബ്രേക്ക് ചെയ്യുകയും മേക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു എൻസൈം പ്രോഡക്റ്റ് കോംപ്ലെക്സ് ഉണ്ടാവുന്നു, അങ്ങനെ പ്രോഡക്റ്റ് അവിടെ നിന്ന് അഴിഞ്ഞു പോകുന്നു. ദാറ്റ്സ് ഇറ്റ്. വെരി സിമ്പിൾ അല്ലേ. സോ യെസ്, അടുത്ത കോൺസെപ്റ്റ് ബാസ്കറ്റ് വീഡിയോയിൽ വേറെ പുതിയൊരു കോൺസെപ്റ്റ് ആയിട്ട് നമുക്ക് വരണ്ടേ? അത്രയുള്ളൂടാ. ബൈ.